ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതികൾ പിടിയിൽ. തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശി നസറുദ്ദീൻ ഷാ, പ്രായപൂർത്തിയാകാത്ത കോഴിക്കോട് സ്വദേശി എന്നിവരാണ് അറസ്റ്റിലായത്. പനമ്പള്ളി നഗറിലും മരടിലും ആളില്ലാത്ത വീടുകളിലായിരുന്നു മോഷണം. ഈ മാസം 17-ന് പനമ്പള്ളി നഗറിലെ ആളില്ലാത്ത വീട്ടിൽ കയറി മോഷണം. ഇക്കഴിഞ്ഞ ഞായറാഴ്ച മരടിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണം. കൊച്ചി നഗരത്തിൽ ഒരാഴ്ചക്കുള്ളിൽ 2 വൻ കവർച്ചകൾ നടത്തിയ സംഘത്തെയാണ് ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടികൂടിയത്. കൊച്ചി ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് പ്രതികളെ പിടികൂടിയത്. 33-കാരനായ തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശി നസറുദ്ദീൻ ഷായാണ് പ്രധാനി. പ്രായപൂർത്തിയാകാത്ത കോഴിക്കോട് സ്വദേശിയെയും ഒപ്പം കൂട്ടിയായിരുന്നു മോഷണം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. CCTV വിഷ്വൽ ആൾറെഡി ലഭിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ CCTV വിഷ്വൽ ഉണ്ടായിരുന്നു. ആ CCTV വിഷ്വൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ പ്രതികൾ തന്നെയാണ് പനമ്പള്ളി നഗറിലുള്ള മോഷണ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി വെളിവായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പനമ്പള്ളി നഗറിൽ തന്നെ നമുക്കൊരു മോഷണ കേസ് ഉള്ളതുകൊണ്ട് ഈ പോലീസിൻ്റെ പ്രത്യേക ടീം അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണം നടത്തുന്ന ഒരു അവസരത്തിലാണ് നമ്മുടെ ഇവിടുന്ന് ഒരു CCTV വിഷ്വൽ കിട്ടുന്നത്. ഈ CCTV വിഷ്വലും രണ്ടിലും പ്രതികൾ ഒന്നാണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും പ്രതിയെ ആൾറെഡി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിനു മുമ്പായിട്ട് ഇതിനെ കഴിഞ്ഞു. ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഭീമാപള്ളി സ്വദേശിയാണ്. അയാൾക്ക് ഇതുകൂടാതെ തന്നെ നിരവധി കേസുകൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പല പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട്. പനമ്പള്ളി നഗറിൽ സ്റ്റീഫൻ ലൂയിസ് എന്നയാളുടെ വീട്ടിൽ നിന്ന് കവർന്നത് 1 ലക്ഷം രൂപയിലേറെ പണം. സ്റ്റീഫൻ ലൂയിസ് മകനെ കാണാൻ മുംബൈയിൽ പോയപ്പോഴാണ് മോഷണം. വീട്ടിൽ സ്ഥാപിച്ച 10-ലേറെ CCTV ക്യാമറകളിലും മുഖം മറച്ച പ്രതികളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. മകളെ കാണാൻ ബംഗളൂരുവിലേക്ക് പോയ വ്യക്തിയുടെ വീട്ടിലാണ് മരടിൽ മോഷണം നടത്തിയത്. 3.5 ലക്ഷം രൂപയോളം വില വരുന്ന ആഭരണങ്ങളടക്കം നഷ്ടപ്പെട്ടിരുന്നു. പുലർച്ചെയായിരുന്നു 2 വീടുകളിലെയും മോഷണം. റിപ്പോർട്ടർ, കൊച്ചി.